നാല് പേരുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ, ജി.പി ചേട്ടനും ഗോപിക ചേച്ചിയും സജ്ജൻ ചേട്ടനും ഷഫ്ന ചേച്ചിയും, നിങ്ങൾ ആ ഒരു കോമ്പോയിൽ നമുക്കൊരു പുതിയൊരു ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്ത് മൂവിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ ഡയറക്ട് ചെയ്യോ? ഇവൻ ഡയറക്ട് ചെയ്താൽ ചിലപ്പോ സംഭവിക്കുന്നൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്. ഇവര് ഒക്കെ പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ അതെന്തായാലും അറക്കില്ല, അപ്പൊ സ്ക്രിപ്റ്റ് എഴുതാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇന്റർവ്യൂവിന് ഇടയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ പറഞ്ഞു ഇപ്പൊ തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യണമെന്ന്. നമുക്ക് കോളിലോട്ട് പോയാലോ? ഓക്കെ. ഹലോ ഹലോ ഹലോ, ഇതാരാ? കേക്കുന്നില്ലേ? ആ കേക്കുന്നുണ്ട്. ഇതാരാ ഇപ്പൊ സംസാരിക്കണത്? അല്ല, ഞാൻ മെഹറാണ്. അവിടെ നമ്മളുടെ സാന്ത്വനത്തിന് അഭിനയിച്ചിരുന്ന അഞ്ജലി ഇരിപ്പുണ്ടോ? ആ ഉണ്ട്. എനിക്കൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ച. അഞ്ജലിയുടെ കൊടുക്കാം. പരാതി ഉണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഹലോ ഹലോ, ആ നമസ്കാരം. ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ്. എന്താ? ഇപ്പൊ സാന്ത്വനം ചെയ്ത് തുടങ്ങിയല്ലേ? അപ്പൊ അഞ്ജലിനെ അതിലോട്ട് കാണുന്നില്ല. സാന്ത്വനം ഫസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ചെയ്ത് തുടങ്ങിയിട്ട് ഫസ്റ്റ് നാട്ടോ മിക്കവരും തന്നെ ഇല്ല. അപ്പൊ ആരും തന്നെ ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെയാ. അപ്പൊ ഈ ഷാജിപ്പാപ്പന്റെ പ്രോഗ്രാമില് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞത് കൊണ്ടിട്ടാണോ അതിനെ നിർത്തി? അല്ലെങ്കില് ഇല്ല, കല്യാണം കഴിഞ്ഞോണ്ട് സീരിയല് തീർന്നത് അങ്ങനെയൊന്നല്ല. സീരിയല് ഓൾറെഡി നമ്മള് 1000 എപ്പിസോഡായിരുന്നു അഗ്രിമെന്റ് സൈൻ ചെയ്തേ. അപ്പോ ഏകദേശം ആ സമയത്ത് തന്നെ കല്യാണ ഡേറ്റ്, കാരണം കല്യാണം കഴിഞ്ഞിട്ടും അടുത്ത സ്കെഡ്യൂളിന് പോവാൻ വേണ്ടിയിട്ട് ലീവൊക്കെ ഒരു 5-ാം തീയതി വരെ ലീവ് വേണം എന്നൊക്കെ ചോദിച്ചു വെച്ചതായിരുന്നു. പക്ഷെ 1000 എപ്പിസോഡ് അപ്പൊ ആയപ്പോ കറക്റ്റ് തീർന്നു. അല്ലാണ്ട് ഇതും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി സാന്ത്വനത്തിലോ? ഇല്ല, സാന്ത്വനം 1ഉം 2ഉം ഭയങ്കര വ്യത്യാസമാണ്. ലൈക്ക് അത് വേറെ തന്നെ ടീമാ. ചിപ്പി ചേച്ചി അവരൊന്നും അല്ല, ഡയറക്ടറും മാറി. അപ്പൊ അത് വേറെ ടീം തന്നെയാണ്. അപ്പൊ അതില് നമ്മളാരുമില്ല, അത് വേറെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഒരു മറുപടിയും ഇല്ല, ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അതിനകത്ത് അഭിനയിക്കാൻ പോണത്? ഞങ്ങളിപ്പോ ഞാനും സാന്ത്വനത്തിലെ ശിവനും കൂടെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ട് ചെയ്തത് ഞങ്ങളുടെ അനിയൻ കണ്ണനാണ്. അത് ഈ November 22 റിലീസ് ആവുന്നുണ്ട്. പെണ്ണിനെ ഇഷ്ടായോ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. അച്ചുവിന്റെ യൂട്യൂബ് ചാനലിലാണ് റിലീസ് ആവുന്നത്. November 22 വൈകിട്ട് 5:30. അതെന്തായാലും കാണണം കേട്ടോ. ചേച്ചി അഭിപ്രായം പറയണേ, കണ്ടിട്ട് പറയണേ. പിന്നെ എന്റെ ചാനലാണ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു. അച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ണൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ചേച്ചി, ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. ആ ഓക്കെ ചേച്ചി. ഇല്ല ഇല്ല ഇല്ല, ശരി. ഹലോ ചേച്ചി, അപ്പൊ കാണണം കേട്ടോ. 22-ാം തീയതി ഇറങ്ങുന്ന പെണ്ണിനെ ഇഷ്ടായോ? യൂട്യൂബ് ഉണ്ടോ ചേച്ചിക്ക്? യൂട്യൂബ് ഉണ്ടോ? ഉണ്ട്. എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ ശരി. ഒരു സബ്സ്ക്രൈബറായി. അതൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയെന്നൊക്കെ. ചേച്ചിയുടെ പേര് അച്ചാമ്മ ചേട്ടത്തി എന്നാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അന്ന് ഇന്റർവ്യൂലും വിളിച്ചിരുന്നില്ലേ? ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ? എന്നെയല്ല, ചേട്ടൻ വന്നപ്പോ ഇതേ ചോദ്യം ചോദിച്ചു. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ ഈ പെണ്ണിനെ ഇഷ്ടമായോ, സാന്ത്വനം ഒക്കെ എല്ലാം ഒരു റൊമാൻറ്റിക് ഇതാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഭയങ്കര ഒരു റൊമാൻറ്റിക് കപ്പിൾസ് ഉണ്ട് ഇവിടെ. അപ്പം ആ 23-ാം വയസ്സിലെ പ്രണയം ഒന്ന് ഭയങ്കര ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? പ്ലസ് ടു 23 വയസ്സ് കല്യാണമായിരുന്നു. 24 വയസ്സില്
ഞങ്ങള് +2 ഒരുമിച്ച്, +2 എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചത്. അങ്ങനെ സിനിമയൊക്കെ കഴിയാറായപ്പം ഇഷ്ടമായി. പിന്നെ ആദ്യം ഇങ്ങനെ കല്യാണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴാ പറഞ്ഞേ ഇഷ്ടായി പ്രപ്പോസ് ചെയ്തത്? അത് ഷൂട്ടൊക്കെ കഴിയാറായ സമയത്താണ്. ഷൂട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം സംസാരിച്ചിരുന്നൊന്നുമില്ല. അപ്പം ഷൂട്ടൊക്കെ കഴിയാറായിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. പിന്നെ എല്ലാം ചടപട പെട്ടെന്നായിരുന്നു. അങ്ങനെ 11/12/13 കല്യാണം കഴിച്ചു. 11/12/13. December 11, 2013. ഓ നൈസ് നൈസ്. അങ്ങനെ കല്യാണത്തിലേക്ക് എത്തി. ഇപ്പൊ 11 വർഷമായി. 11 വർഷം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ 22-ാം തീയതി ഇറങ്ങാൻ പോകുന്ന പെണ്ണിനെ ഇഷ്ടമായോ ഇതിനെ പറ്റി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. കാര്യം ഒരുപാട് ഡിലേ ആയി. കാര്യം സാന്ത്വനം സീരിയല് കഴിഞ്ഞ ഉടനെ ഇത് റിലീസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഷൂട്ടും കുറച്ച് ഡിലേ ആയി. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും ഒക്കെ കുറച്ച് ഡിലേ ആയി. അപ്പൊ അത് മാക്സിമം നമ്മുടെ വർക്കിന്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ സമയം എടുത്ത് ചെയ്തത്. പിന്നെ ഷോർട്ട് ഫിലിമാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ പരിമിതമായിട്ടുള്ള ബഡ്ജറ്റിൽ നമുക്ക് നമ്മളപ്പം ഈ പറയുന്ന പോലെ ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പൊ എല്ലാവരും നമ്മുടെ 22-ാം തീയതി 5:30 വൈകിട്ട് 5:30 എന്റെ പെണ്ണിനെ ഇഷ്ടമായി എന്ന് പറയുന്നത് വലിയ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരോടും പറയാണ്, നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും ജനങ്ങളുടെ അടുത്തൊക്കെ പറയാണ്, ഇത് വലിയ സംഭവം ഒന്നുമല്ല, ഒരു ചെറിയ നല്ല. സാന്ത്വനം എന്ന ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലിലൂടെയാണ് ഗോപികയെ നമുക്ക് എല്ലാവർക്കും പരിചയം. അഞ്ജലിയായിട്ടാണ് ഇന്നും മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഗോപികയെ ഏറെ ഇഷ്ടം. ബാലതാരമായി മോഹൻലാലിന്റെ വരെ സിനിമയിൽ അഭിനയിച്ച ഗോപിക എന്നാൽ മിനി സ്ക്രീനിലെ അഞ്ജലി എന്ന കഥാപാത്രമായിട്ടാണ് ഇന്നും പ്രേക്ഷകരുമായി അടുപ്പമുള്ളത്. ജിപിയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപികയിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമായത് മാത്രമല്ല, മൈക്ക് പിടിക്കാൻ പോലും മടിച്ചു നിന്ന ഗോപിക മൈക്ക് പിടിച്ചു വാങ്ങി സംസാരിക്കുന്ന രീതിയിലേക്കാണ് മാറിയത്. ബാലതാരമായിട്ടാണ് ഗോപിക അനിൽ അഭിനയ ലോകത്തേക്ക് എത്തിയത്. മോഹൻലാലിന്റെയും ദിലീപിന്റെയും മക്കളായി ഗോപികയും സഹോദരിയും സജീവമായൊരു കാലമുണ്ടായിരുന്നു. വളർന്നപ്പോൾ സീരിയലുകളിലേക്ക് ചുവട് മാറ്റി. കബനി പോലുള്ള സീരിയലുകളിൽ അഭിനയിച്ചുവെങ്കിലും താരമാക്കിയത് സാന്ത്വനം തന്നെയാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത്. സീരിയലും കഥാപാത്രവും വൻ ഹിറ്റായി മാറി. സീരിയൽ അവസാനിച്ചതും ഗോപികയുടെ കല്യാണം കഴിഞ്ഞതും 2 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ്. എന്നാൽ ഗോവിന്ദ് പത്മസുരയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപിക അനിൽ പൂർണ്ണമായും മാറി. വിവാഹശേഷം കരിയർ മുന്നോട്ട് കൊണ്ടുപോകും, അത് ഗോപികയുടെ പ്രൊഫഷനാണെന്ന് ജിപിയും പറഞ്ഞിരുന്നു. ഒരേ ഇൻഡസ്ട്രിയിലെ ആളുകളായത് കാരണം അക്കാര്യത്തിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല വിഷയം. വിവാഹത്തിന് ശേഷം ഗോപിക സീരിയൽ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. സാന്ത്വനത്തിന് ശേഷം മറ്റ് സീരിയലുകൾ ഒന്നും തന്നെ നടി ഏറ്റെടുത്തില്ല. വിവാഹത്തിന് ശേഷം അച്ചു സുഗന്ധ് സംവിധാനം ചെയ്ത പെണ്ണിനെ ഇഷ്ടമായി എന്ന ഹസ്രചിത്രം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഗോപിക പ്രാധാന്യവും പ്രയോറിറ്റിയും നൽകുന്നത് സിനിമയ്ക്ക് തന്നെയാണ്. ബിഗ് സ്ക്രീനിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ഗോപികയുടെ തീരുമാനം. അതിന്റെ തുടക്കമാണ് സുമതി വളവ് എന്ന ചിത്രം. സിനിമയുടെ പ്രൊമോഷൻ എല്ലാം ഇപ്പോൾ ഗോപികയുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാനും കഴിയും.